സോ ഞങ്ങളുടെ പുതിയൊരുടിക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ഫസ്റ്റ് ഡേ, സ്കൂൾ റീഓപ്പൺ ഡേ എന്നൊക്കെ പറയാം. ഓക്കെ, ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേ ആണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. 4-ാം തീയതി 5-ാം തീയതി. അതെ, 4-ാം തീയതിയും 5-ാം തീയതിയും എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയില്ല. എനിക്ക് പനിയും ചുമയൊക്കെ കാരണം കൊണ്ട് എനിക്ക് പോയില്ല. ഇപ്പോഴും മാറിയിട്ടില്ല, ചെറിയൊരു തൊണ്ട ഒരു ഇതുണ്ട്. ഞാൻ എന്നിട്ട് 2-ാം തീയതി പോയി, 5-ാം തീയതി പോയി. ഇന്ന് 6-ാം തീയതിയാണ്, ഫ്രൈഡേ ആണ്, അവധിയാണ്. നാളെ അവധിയാണ്. ഇനി മൺഡേ ആണ്. മുന്നേ കുറച്ച് നേരം മുന്നേ ഒരു ഇന്റർവ്യൂ ഇതേപോലെ തന്നെ സെയിം ഇതൊക്കെ പറഞ്ഞ് എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ക്യാമറയാണ് ഞാൻ ഓണാക്കി. ഞാൻ തിരിച്ചിട്ടാണ് ഗീസ് വീഡിയോ എടുത്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഒരു കുരുട്ടുണ്ട്. ആ വീഡിയോയിൽ നല്ല ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഇങ്ങനെ മുട്ടിച്ചിട്ടപ്പോ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇനി വീഡിയോ കാണുക ഗൈസ്. ഓക്കെ, ബൈ. സോ ഗൈസ്, പപ്പുട്ടി നാളെ സ്കൂളിൽ പോവാണ് ഗൈസ്. അതെ, പനി കാരണം കൊണ്ട് ഫസ്റ്റ് ഡേ ഓഫ് 12th ഫസ്റ്റ് ഡേ അല്ല, പക്ഷെ എന്നാലും മുമ്പേ തുടങ്ങിയതാണ്. എനിക്കെന്തായാലും ഇപ്പൊ കൊറോണ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയ്യാത്ത ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് നല്ല ചുമയും ഉണ്ട്, കോൾഡും ഉണ്ട്. അതാണ് ഞാൻ ഇന്നലെ തുടങ്ങി. മിനിയാന്ന് തുടങ്ങിയിട്ട് ചുമ ഉണ്ടായിരുന്നു, തൊണ്ടവേദന ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞേ, എനിക്ക് വയ്യ. അപ്പോൾ എനിക്ക് ഇത്ര മിനിയാന്ന് നമ്മള് സിനിമയ്ക്ക് പോയപ്പോൾ പോലും എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. സിനിമക്ക് മിനിയാന്ന് പോലെ. ഇന്നലെയാണ് എനിക്ക് പനി വന്നത്. അതൊക്കെ നല്ല രീതിക്ക് പനി വന്നത് ഇന്നലെ ഞാൻ കിടന്നു പോയത്. ഇന്ന് പിന്നെ എനിക്ക് പനി കുറവുണ്ട്, പക്ഷെ നല്ല തൊണ്ടവേദന ഇതുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് മെസ്സേജ് സിനിമക്ക് പോയ അതുകൊണ്ട് വിചാരിച്ചു നാളെ ലീവ് എടുത്തിട്ട് 5-ാം തീയതി പോവാമെന്ന് കരുതുന്നു. നാളെ 4-ാം തീയതി. നാളെ 4-ാം തീയതിയാണ്. ഇപ്പൊ നാളത്തെ ഇത് പപ്പൂട്ടി എന്തായാലും എടുത്ത് തരും. മറക്കരുത്, പപ്പു എടുക്കണം. ഞാൻ എന്തായാലും ഉറക്കമായിരിക്കും. തക്കുവിനെ കാണിക്കാം. ഞാനും ഇവിടെ കിടക്കുന്ന തക്കുവിനെ അമ്മ ഈസി എനിക്ക് ഈസി പറ്റും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈസി കിടക്കാം. അതുകൊണ്ട് അപ്പുറത്ത് പോയി കിടക്കും. അമ്മ എനിക്ക് ഈസി എടുക്കും ചെയ്തിട്ടില്ല. രാവിലെ അമ്മ പോകുമ്പോ മാത്രമാണ് ഈസി ഓഫ് ചെയ്യും. ഇവിടെ കിടന്ന് എന്നെ കണ്ടിട്ട് തന്നെ എനിക്ക് ഒരുമാതിരി. അതുകൊണ്ട് ഞാനിപ്പോ ചെറിയ ലിപ്പാമിട്ടാണ് ഗൈസ്. വയ്യാത്തതുകൊണ്ട് എന്താ മാതിരി അല്ലേ. പിന്നെ മുടി വെട്ടി, ഞാൻ മുടി വെട്ടി ഗൈസ്. നോക്കൂ, ഇത്രയൊക്കെ ഷോർട്ടാക്കി അങ്ങോട്ട് കളഞ്ഞാലും വെട്ടി മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഇത് വരുത്തി. അപ്പൊ അങ്ങനെ ഇനി എന്താ പപ്പൂട്ട് ഇപ്പൊ 9th അവളുടെ യൂണിഫോം ഒക്കെ മാറി ഗൈസ്. എൻ്റെ സത്യം പറഞ്ഞ ഗൈസ് 11th 12th ഭവൻസിൽ ചുരിദാറായിരുന്നു. എന്ന് വെച്ചാൽ ചുരിദാർ ഷോള് വന്നിട്ടാണ് ഇപ്പൊ. പക്ഷെ അത് മാറ്റിയിട്ട് ഞാൻ 11th കയറിയപ്പോ അത് മാറ്റി. എന്തിനാന്നറിയില്ല, മാറ്റണ്ടായിരുന്നു. ശരിക്കും പറയല 11th അല്ലെങ്കിൽ ഒരു സീനിയേഴ്സ് എന്നുള്ള ആ ഒരു പവർ സംഭവം ഒന്ന് പോയി ഭവൻസിന്റെ. അത് ഇപ്പൊ പിന്നെ 9th തൊട്ട് എന്റെ കൈവേന്റെ എടുക്കുന്നത് 9th തൊട്ട് എനിക്ക് തോന്നുന്നു 9th തൊട്ട് 12th വരെയാണ് ചുരിദാർ ഫുൾ എല്ലാവർക്കും ഒക്കെ. പിന്നെ പപ്പു 9th കയറിയപ്പോ പപ്പുട്ടിക്ക് ചുരിദാറായി. അപ്പൊ അത്രേ ഉള്ളൂ. എന്റെ മുഖത്തൊക്കെ ഇവിടെ എന്തൊക്കെയൊക്കെയോ പറ്റി ഗൈസ്. ഇവിടെ ഈ കൂരു എനിക്കിവിടെ എന്താണ് കൂടെ പിരികം കണ്ടു. ഒരു ഊലാത്തൊരു പിരികാണ്. എന്റെ പിരികം പിന്നെ വളരാറില്ല, അങ്ങനെ തന്നെ ഇരിക്കുക. തക്കു ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 3-4 വട്ടം ത്രെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറ്റിക്കാട് പോലെ എനിക്ക് നല്ല പിരികമുണ്ട്. എനിക്ക് പിന്നെ കുരു, എനിക്ക് ആനുവൽ ഡേക്ക് ഡാൻസിന് അന്ന് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു കുരു വരില്ലേ. എനിക്ക് അങ്ങനെ കുരു വരാത്തൊരു സ്കിന്നായിരുന്നു എനിക്ക്. പക്ഷെ കുരു ഒന്നും വന്നിട്ടില്ല മുഖത്ത്. ഇവിടെ ഉണ്ട്, അല്ലാതെ വേറെ കുരുവില്ല. ഇത് പിന്നെ അച്ഛൻ്റെ ആ ടൈമിലൊക്കെ എനിക്ക് ഇവിടെ ഒരു നെറ്റിൽ വലിയൊരു കുരു ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ കാണാം അല്ലേ? ഞാൻ 6:20 എണീറ്റു. ഇപ്പോൾ 6:30 ആകുമ്പോൾ ഞാൻ ഈ യൂണിഫോം എടുത്തിട്ടുണ്ട്. തക്കുവിനെ ഞാൻ കാണിച്ചു തരാം. തക്കുവിനെ ഞാൻ ഇതുവരെ രാവിലെ വ്ളോഗ് എടുത്തിട്ടില്ല. ഈ ചാറ്റ് നിങ്ങൾ ഉറങ്ങണമുണ്ടാവില്ലേ? തക്കുവിനെ കണ്ടോടാ തക്കു. ഇനി ഞാൻ പോയി യൂണിഫോമൊക്കെ ഇട്ടിട്ട് വരാം. ഓക്കെ ബൈ. വയസ്സാണ് ഞാൻ റെഡിയായി. ഞാൻ കണ്ണു പൊട്ടൊക്കെ തൊട്ട് മുടി മാത്രം എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ടില്ല. മുടി സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എനിക്കത് ഇഷ്ടമല്ല. ചുരുണ്ട് കുറണ്ട് ഇപ്പം ചെറിയ മുടിയായതുകൊണ്ട് പിന്നെ കെട്ടാൻ പറ്റില്ല. പോണിറ്റെയിലും മതിയൊക്കെ കെട്ടിത്തരും. ഞാൻ യൂണിഫോമൊക്കെ ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാം. ഇപ്പോൾ ടൈം വന്നിട്ട് 6:45 ആയിട്ടുണ്ട്. അപ്പോൾ പപ്പുട്ടി സ്കൂളിൽ പോയ വീഡിയോ കാര്യങ്ങൾ പപ്പുട്ടി ഫുഡ് കഴിച്ച് കാണിക്കാമെന്നൊക്കെ പറഞ്ഞതൊന്നും അവൾ എടുത്തിട്ടില്ല. അവൾ മറന്നുപോയി. പിന്നെ അപ്പയാണ് അവളെ കൊണ്ടാക്കിയത്. അതിൻ്റെ മഴയൊക്കെ ഉണ്ടായിരുന്നു. സോ അവൾക്ക് അത് വീഡിയോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊരു ചാട്ടം ഉണ്ടാവും. സോ അത് നിങ്ങളൊന്ന് കാണും. ഓക്കെ, ഹായ് ഗൈസ്. സോ ഞാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ ആയത്. ഇത് 5-ാം തീയതി ആയി. ഇത് ഒരു മുതുക്ക് കുരു വന്ന് ഗൈസ്. ഒരു മുതുക്ക് കുരു അത് നോക്കി. അതാവുമ്പോൾ ആരോ ഇടിച്ച കണക്കില്ലേ, ഇവിടെ എന്തോ ഇടിച്ച കണക്കുണ്ട്. എനിവേസ് ഞാൻ ആദ്യമൊക്കെ എടുക്കാൻ മറന്നുപോയി. വീഡിയോയുടെ കാര്യമേ ഞാൻ മറന്നുപോയി. അപ്പം റെഡിയായി. ഇന്ന് ആക്ച്വലി വാനുണ്ട്. അപ്പോൾ വാനിൽ പോവും. പിന്നെ ഇതെൻ്റെ പുതിയ യൂണിഫോമാണ്. പപ്പുട്ടിക്ക് എടുത്തപ്പോഴും എനിക്ക് ഒരെണ്ണം കൂടെ എടുത്ത്. എനിക്കിതെല്ലാം ഫിറ്റക്കായി മാത്രം ഇത്തിരി ഒരു നല്ല രീതിക്ക് ലൂസായിട്ടാണ് തയ്ച്ചത്. എനിവേസ് പപ്പുട്ടിയും വന്ന് എനിക്ക് മുടിയൊന്ന് വാരണം. മുടിയൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കെട്ടണം. എന്തെങ്കിലും ഇരിക്കും ഞാൻ മിക്കവാറും കെട്ടണത്. എൻ്റെ സെക്കൻഡ് ഡേ. പപ്പുട്ടിയുടെ സെക്കൻഡ് ഡേ ആണ് ഇത്. പക്ഷേ ഓക്കെ, മുടിയൊന്ന് വാര. പിന്നെ ഇതെൻ്റെ പുതിയ യൂണിഫോമാണ്. ഒന്ന് വാരിയിട്ട് ഫുഡ് കഴിക്കാറാവുമ്പോൾ കാണാം. ഓക്കെ, ഇതാണ് ഫുഡ്. ടൊമാറ്റോ റൈസ്, അച്ചാർ. പപ്പുട്ടി ഒട്ടും താല്പര്യമില്ലാത്ത സാധനം. പക്ഷെ അത് കഴിക്കണം. എൻ്റെ പൊന്നപ്പനാടിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് വന്നിട്ട് കാണാം. ജാക്കിൻ്റെ സ്റ്റോറി ഉണ്ടാ ഗൈസ്. ജാക്ക് പ്രവീൺ അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ മഞ്ഞിൻ്റെ ഒരു ടൂൺ കാണുമ്പോൾ അവന് ഇങ്ങനെ 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 ടി വിയിലേക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങനെയാണ് തരാറ്. ഇത് ഞാൻ ഇന്നലെ അമ്മ ഇവിടെ ഇരുന്നപ്പോൾ കണ്ടത് ഗൈസ്. ഓക്കെ ഗൈസ്, ലെങ്ത് ആക്കണില്ല. ഞങ്ങൾ കഴിച്ചിട്ട് ബൈ. ഓക്കെ ഗൈസ്, റെഡിയായി. നമുക്ക് സ്കൂളിൽ പോവാ. ഒരു ആനക്കുരു. അതാണ് ഗൈസ് ഇഷ്ടപ്പെടാത്ത. എന്തോ ഇവിടെ എൻ്റെ മോൻ നോക്കി ഒരു ആനക്കുരു. ഇത് മറക്കും. ഇതെൻ്റെ ഇവിടെ കുരു. ഓക്കെ ഗൈസ്, അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ഗൈസ്. ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു. വലിയ സംഭവം ഉണ്ടായിരുന്നില്ല. നല്ലായിരുന്നു. ഫ്രീ പീരീഡൊക്കെ കിട്ടിയത്. ഇത് നോക്കി ഇവിടെ മണപ്പീരോടെ മണപ്പീര.
നോക്ക് മൊത്തം മണത്തോണ്ടിരിക്കുക. പപ്പൂട്ടി കുളിക്കാൻ പോയി ഗൈസ്. ഇനി നമ്മൾ ഇങ്ങോട്ടാണ് പോണേന്ന്, അല്ല ഇങ്ങോട്ടാണ് പോണേന്ന്. നമ്മൾ ഇനി ഞാൻ പോയി കുളിക്കും. എൻ്റെ ഒരു തൂപ്പുള്ളി നിറച്ച് എൻ്റെ ഡ്രസ്സിലാക്കണേ ഞാൻ. ഓക്കെ, ഓടിയാൽ ഞാൻ പിടിക്കില്ല. നോക്കൂ, എവിടെ 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 മുഖം കാണിക്കൂ. ഒന്ന് മോന്ത കാണിച്ചേ. കാണിക്കൂല ഗൈസ്, ചത്താലും അവൻ കാണിക്കൂല, ചോറ്റാലും അവൻ കാണിക്കൂല. കുടുംബത്തരം ഗൈസ്, റിസ്ക് റിസ്ക്. മാറ്റണം നിന്റെ കുണ്ടി എടുത്തു, മാറ്റടോ ചെറുക്ക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇവനെ അത്ര ശരിയല്ല, കയറി പോകാൻ നോക്കി ഓടിയാൽ പിന്നെ റോട്ടിൽ കൂടെ ഓടാൻ ഞാൻ നിൽക്കണം. സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, കുറച്ചേ ഉള്ളൂ ആക്ച്വലി. വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭയങ്കര ചെറുതായിട്ടാണ് കുറച്ച് ക്ലിപ്സ് എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ഇനി വരുമ്പോൾ ഇനി അടുത്ത വർഷം ഞാൻ കോളേജിലും പപ്പുട്ടിയുടെ ഫസ്റ്റ് ഡേ സ്കൂളൊക്കെ ഞാൻ എന്തായാലും ഞാൻ നല്ല രീതിക്ക് എന്തായാലും എടുക്കാം ഗീസ്. സ്കൂളിൽ പോകുന്നൊക്കെ ഞാൻ എന്തായാലും നന്നായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ ഗൈസ്.